എല്ലാം അറിയാം. ആരാ എന്റെ ചേച്ചി കൊല്ലാൻ പോകുന്നത്? നന്ദിപുടി എനിക്ക് അറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങളെല്ലാം ഒളിപ്പിക്കാണ്. ആരാ എന്റെ ചേച്ചിയെ കൊല്ലാൻ പോകുന്നത്? കുട്ടി, ബാലൻ പറഞ്ഞത് സത്യമാണ്. അയാൾ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അവൻ ആരായിരുന്നാലും അവനെ കണ്ടുപിടിച്ച് യവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. എന്റെ ചേച്ചി മരിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ബാല, നീ നോക്കേ, ആരാണ്? അയ്യേ, ഇവനായിരുന്നോ? നീ എന്തുകൊണ്ടാണ് രാത്രിയിലൂടെ വന്നേ? നിങ്ങൾ കഥ ചർച്ച ചെയ്യുന്ന കേൾക്കാൻ. ചർച്ച കേൾക്കാൻ മൂടി പതിച്ചാണ് വരുന്നത്. അതെ, വന്നിട്ട് കുറെ കാലമായല്ലോ. ഇതുവരെ എന്റെ വേഷം എന്താണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞോ? എന്തിനാ നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു? സീരിയലുകാർ വരുന്നെന്ന് പറഞ്ഞപ്പോ ഞാനാ വലിയേട്ടനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചത്. നിങ്ങളിവിടെ താമസിപ്പിക്കാൻ, എനിക്കൂടി അഭിനയിക്കാൻ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? മുന്തിയ ബുദ്ധി. നീ വെയിലല്ലരുത് കേട്ടോ. ഇനിയെങ്കിലും എന്റെ വേഷം എന്താണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറ. നിനക്ക് ഈ കഥയിൽ ഒരു പ്രാന്തന്റെ വേഷ. ഭ്രാന്തന്റെ വേഷം എനിക്കിഷ്ടായി. അത് ഞാൻ കലക്കി. ഞാൻ പിടിച്ചു കെട്ടുക. ശരിക്കും വട്ടായി തോന്നണേ. ഇവന് വട്ടല്ല, ഇത് മുഴുവട്ടെന്ന് പറയണം. എനിക്കൊന്നും മനസ്സിലാവണില്ല. ആരാണ് അയാൾ? പറയൂ. എനിക്കറിയാം, ഉണ്ണിക്കുട്ടൻ തമ്പുരാനെ കൊന്നത് അവൻ തന്നെയാ. ഇല്ലാത്ത പ്രേതത്തിന്റെ പേരും പറഞ്ഞ് യമുന തമ്പുരാട്ടെ കൊല്ലാൻ ശ്രമിക്കുന്നതും ഞങ്ങളെ ഈ ദൗത്യം ഏൽപ്പിച്ചതും അവൻ തന്നെയാ. എന്നെ കൊന്നിട്ട് അയാൾക്ക് എന്ത് കിട്ടാനാ? എന്റെ കണക്കൂട്ടലുകൾ ശരിയാണെങ്കിൽ ഈ സ്വത്തുക്കളായിരിക്കും അവന്റെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് ഉണ്ണിക്കുട്ടൻ തിരുമേനി അയാൾ വകവരുത്തിയത്. അടുത്തത് തമ്പുരാട്ടി ആയിരിക്കും. തമ്പുരാട്ടിയെ കൊല്ലുന്നതിൽ നിന്നും ഞാൻ പിന്മാറിയ വിവരം അവൻ അറിഞ്ഞു കഴിഞ്ഞു. ബുദ്ധിയുള്ളവനാണ് അവൻ. എനിക്ക് പകരം പലരെ അവൻ ഇറക്കിന്നിരിക്കും. ഇനി മുതൽ തനിച്ച് പുറത്തിറങ്ങി നടക്കണ്ട, സൂക്ഷിക്കണം. അവനെ കണ്ടുപിടിക്കാൻ തമ്പുരാട്ടി എന്നെ സഹായിക്കണം. ഞാൻ പറയണതൊക്കെ തമ്പുരാട്ടി അനുസരിച്ചേ പറ്റൂ. വരട്ടെ. ബാലേട്ടാ, അയാള് എന്നെ കൊല്ലോ? എനിക്ക് പേടിയാവണു ബാലേട്ടാ. ഭയപ്പെടണ്ട, ഞാനല്ലേ ഇവിടെ. തമ്പുരാട്ടി ആരും കൊല്ലില്ല. എടാ, നീ കൊട്ടേഷൻകാർ രാജാവ് കല്ലൂർക്കാടൻ ബാലനാന്ന് എനിക്കറിയാം. ആ മണ്ടൻ തിരുമേനിയെ പറ്റിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും. പക്ഷെ പരമേശ്വരനെ പറ്റിക്കാൻ നിന്നെ കൊണ്ട് ഒതുക്കും ഞാൻ. കട്ടപ്പോരയ്ക്ക് ഒതുക്കും ഞാൻ. ചഴിഞ്ഞാട്ടക്കാരി ശരിയാക്കാൻ നോക്കട്ടെ. യമുന തമ്പുരാട്ടിയും ബാലേട്ടനും പ്രേമത്തിലാണെന്നുള്ള കാര്യം കൊട്ടാരത്തിലുള്ളവരെ വിശ്വസിപ്പിക്കണം. എന്നാലേ യമുനയെ കൊല്ലാൻ നമ്മളെ ഏൽപ്പിച്ചവരെ നമുക്ക് പൂട്ടാൻ പറ്റൂ. എന്നാലും ഇല്ല. ഉണ്ണിക്കുട്ടൻ തിരുമേനി യമുന തമ്പുരാട്ടിയും കല്യാണം കഴിക്കാൻ പോയപ്പോഴല്ലേ ഉണ്ണിക്കുട്ടൻ തിരുമേനി കൊല്ലപ്പെട്ടത്? അതുപോലെ ബാലേട്ടൻ യമുന തമ്പുരാട്ടിയെ കല്യാണം കഴിക്കാൻ പോകണമെന്ന് നമ്മൾ വിശ്വസിപ്പിക്കണം. സ്വത്തുക്കൾ മോഹിച്ചാണ് അവൻ യമുനയെ കൊല്ലാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും അവൻ നമ്മുടെ മുമ്പിൽ വന്ന് പെടും. എന്നാലും ഇത്രയ്ക്ക് വേണ്ട. വേണം ബാലേട്ടാ. നമ്മൾ ഈ കൊട്ടാരത്തിൽ ഒരു ഓളം ഉണ്ടാക്കണം അല്ലേ? നാളെ മുതൽ ഉണ്ടായിരിക്കും ബാലേട്ടാ. സംഭാഷണം മറക്കണ്ട. വരണണ്ട്, കേറി പിടിച്ചോളണം. നീ എന്നതാ എന്റേത് മാത്ര. നിനക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. നീ എന്റെ സ്വന്തം അനിയനാണ്. സ്വന്തം അനിയൻ. സ്വന്തം. മാന പിടിക്കാൻ പറഞ്ഞിട്ട് ആനനെ കേറി പിടിക്കണേ. കുരുത്തം കേട്ടത്. അയ്യോ അയ്യോ, എന്റെ പൊന്നു സരസ്, പൂരം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്ത് പറഞ്ഞാലും പൂരം പൂരം. വരണുണ്ട്, ഇത് മിസ്സാക്കരുത്, പിടിച്ചോളണം. കിട്ടിയ അവസരം കളയരുത്, മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളണം. അഭിനയം 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 ഇന്നലെ പറഞ്ഞില്ലേ? വൃത്തിയോട് കാണിക്കണല്ലോ. ബാലേട്ടൻ തമ്പുരാട്ടി തമ്മിൽ പ്രാമത്തില്ല. ഇന്ത്യ തനിക്ക് പിടിച്ചില്ലേ? വേണ്ടി വന്നവർ പരസ്പരം കല്യാണിക്കും ചെയ്യും.
ആ അങ്ങനെ ഈ സ്വത്തുക്കൾ ബാലേട്ടനും തമ്പുരാട്ടിനും പേർക്കുള്ളതാവും. പരമേശ്വര തന്നെ കൊണ്ട് ഞാൻ മുഴുവൻ തീറ്റിക്കല്ലടോ. അയ്യോ നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. പീഡിപ്പിക്കൂ. കഥ കടച്ചിരുന്നാ മതി. കലക്ക് ബാലേട്ടാ കലക്ക്. പക്ഷെ ഉമ്മ വെക്കണതിൽ ഇത്രയും ആക്രാന്തം പാടില്ലായിരുന്നു. ഒരു ഇംഗ്ലീഷ് പടത്തിലെ പോലെ യമുനയെ കൊല്ലാൻ പോകുന്നവൻ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അവനെ ഇപ്പൊ ഞാൻ കൈയോടെ പിടിച്ചു തരാം. എന്റെ ടെക്നിക്ക് കണ്ടോ? എന്താണ് ഒരു സ്വകാര്യം പറച്ചില്? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തൊലക്കടോ. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ കഥയിൽ ഞാൻ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോറി. കഥയിലെ കൊട്ടാരത്തിൽ സുന്ദരിയായ ഒരു തമ്പുരാട്ടിയുണ്ട്. ആ തമ്പുരാട്ടിയെ ഒരാൾ കൊല്ലാൻ ശ്രമിക്കുന്നു. അയാൾ വേറെ ഏതോ ഒരാളെ തമ്പുരാട്ടിയെ കൊല്ലാൻ ഏൽപ്പിക്കുന്നു. അത് ഏൽപ്പിച്ച ആൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതാരാണെന്ന് വെച്ചാൽ കൈവക്കൂ. പൊക്കൂ. സംവിധായകനെ വരൂ, നമുക്ക് അല്പം സംസാരിക്കാം. ജസ്റ്റ് മിനിറ്റ്. വേണം. ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടുപിടിച്ചോണ്ട് വരാം. ഈ പോക്കിന്റെ പേരെന്താണെന്നറിയാമോ? ഒരു പോക്ക്. വരൂ, എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ബ്യൂട്ടിഫുൾ ആംഗിൾ. ലവ്ലി. ആ ഡയറക്ടർ സാറേ, എന്താ അറിയേണ്ടത്? അത് നിങ്ങളല്ലേ ഏത്? ആ കൊല ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചു വരുത്തി കൊണ്ടുവന്നത്? ഓ നിങ്ങളല്ലേ? അത് വർഗീസ് സാറ് നേരിട്ടങ്ങ് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ നല്ല കിളി പോലെ പറഞ്ഞു തരത്തില്ലായിരുന്നോ? പറഞ്ഞുതരാ. തന്നെ. അയ്യോ, അയ്യോ. മതി. ആ പോടാ. പോടാ. പോലെ ആ. തൊപ്പിയും കൂളിംഗ് ഗ്ലാസും. പോടാ. പോടാ. എടാ ഇവരല്ലേട്ടാ, അവര് വളരെ ഡീസന്റ് ആണ്. ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായി ഡീസന്റ് ആൾക്കാരാണ്. എന്താ ഇടീസ് ഇടീസ്. ഇടീസ്. എന്താ ഒരു ശബ്ദം ശബ്ദോ? ഞാൻ കേട്ടില്ലല്ലോ. അകത്ത് അകത്താ? എപ്പോ? എവിടെ? ആരുടെ? എടാ നമ്മൾ ഇനി അവരെ ഒരിക്കലും സംശയിക്കരുത്. അത്രയ്ക്ക് ഡീസന്റ് ആണ്. അത്രയ്ക്ക് നന്നായിട്ട് കിട്ടിയെന്ന് തോന്നണേ. ശരിക്കടാ പന്നി. ഈ കൊട്ടാരത്തിലെ ഓരോ മുക്കിലും മൂലയിലും നമ്മുടെ കണ്ണു വേണം. സംശയാസ്പദമായി ആരെ കണ്ടാലും ചോദ്യം ചെയ്തിരിക്കണം. ദേ ഇവരൊഴികെ. മനസ്സിലായില്ലേ? മനസ്സിലായി. എഞ്ച് മനസ്സിലായി എന്നാടാ പറഞ്ഞത്. ആര് തല്ലിയാലും നിന്ന് കൊള്ളണമെന്ന്. എന്താടി അത്? നിങ്ങൾ പാല. നിന്റെ നാടല്ലേ വെച്ചത്? ഗ്ലാസ്സിൽ എന്താന്ന്? അത് തന്നെയാ പറഞ്ഞത്, പാലാന്ന്. മനസ്സിലായില്ലല്ലേ? ഇല്ല. ദിവസം രാവിലെ ഒരാൾ വന്നിട്ട് പശുവിനടിയിൽ പാത്രം വെച്ച് വെള്ളത്തിലെടുത്തിട്ട് ഇങ്ങനെ ഡിഷിൻ 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 ആ പാത്രം പിടിച്ചാൽ ഇതിന് പറയും മിൽക്ക്. ഓ പാല. പാലല്ല, കോതമംഗലം. ആർക്കാടി ഇത്? യമുന തമ്പുരാട്ടിക്കാ. ഓഹോ, യമുന തമ്പുരാട്ടിക്കാണല്ലേ. ആ. നിങ്ങളാടി സത്യ ഇത് പകുതി കുടിച്ചിട്ട് ബാക്കി അങ്ങോട്ട്. വർക്കിച്ചേട്ടൻ എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. എന്താടാ? യമുന തമ്പുരാട്ടിക്ക് കുടിക്കാൻ കൊണ്ടാണ് പാലിന്നല്ല പകുതി എന്നോട് കുടിച്ചോളാൻ പറഞ്ഞത്. ഇവൻ എന്തൊരു മണ്ടനാ. എടാ പാലിന് വിഷോട്ടാന്ന് അറിയാൻ വേണ്ടി നിന്നെ കൂടെ കുടിപ്പിച്ചല്ലേ? വിഷമില്ല. ഇവന്റെ കാറ്റ് പോയെന്നാ തോന്നണത്. വർക്കിച്ചേട്ടന് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. എന്റെ കയ്യിൽ വേറെയും പല ടെക്നിക്കലുണ്ട്. ആഹാ. വേണേ കാണിച്ചു തരാം. വരൂ. വേണ്ട, ഇവരല്പം ഡീസന്റാ. നമുക്ക് അതിലേ പോവാം. അതാ സേഫ്. സംവിധായകനെ എനിക്ക് രഹസ്യമായിട്ടൊന്ന് കാണണം. വർക്കിച്ചേട്ടാ, കുറെ ദിവസമായി അവൻ രഹസ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് കുറെ കൂടിയിട്ട് ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പൊട്ടാ നിക്കണ അവിടെ. നിക്കടേ. കുറെ ദിവസമായില്ല നീ എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്താ ഇത്ര വലിയ രഹസ്യം? എന്താ ഇത്ര വലിയ രഹസ്യം? സമയാവട്ടെ, അപ്പൊ പറയാം. അത് പറ്റില്ല, ഇപ്പൊ പറയണം. പിന്നെ പറയാം. അങ്ങോട്ട് പറയുന്നേ, അവന് രഹസ്യം പറയാനുണ്ട്. എന്താ പറ? അതിപ്പോ എങ്ങനെ പറയാ? പറയടാ, നാണിക്കതെ. അതെ, ഷൂട്ടിങ്ങിന് അഭിനയിക്കാൻ നടികൾ വരുമ്പോ എന്റെ കാര്യം ഒന്ന് പരിഗണിക്കണം. പറ്റില്ല എന്ന് പറയരുത്. എന്റെ ഒരു ആഗ്രഹമാണ്. ഒരു അഡ്വാൻസ് 500 രൂപ. എന്റെ കയ്യിൽ 100 രൂപയുള്ളൂ. നമ്മുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം. ഒന്ന് പരിചയപ്പെടുത്തി തന്ന മാത്രം മതി വർക്കി മാമ. വർക്കി മാമേ. വിവാഹത്തിന്റെ തലേദിവസം രാത്രി എന്തിനാ ഉണ്ണിയേട്ടൻ അങ്ങനെ പറഞ്ഞത്? എന്നെ ഇഷ്ടമില്ലഞ്ഞിട്ടാണോ ഈ വിവാഹം വേണ്ടെന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞത്?
എനിക്കൊന്നും അറിയില്ല. വിവാഹത്തിന്റെ തലേന്നാൾ രാത്രി ഉണ്ണിയേട്ടൻ എന്റെ മുറിയിൽ വന്നിരുന്നു. എന്താ ഉണ്ണിയേട്ടാ? എന്ത് പറ്റി ഉണ്ണിയേട്ടന്? പറയൂ. നമ്മുടെ വിവാഹം നടക്കില്ല അമ്മേ. എന്താ ഉണ്ണിയേട്ടനെ പറയണേ? സത്യമാ, അത് നടക്കാൻ പാടില്ല. എനിക്കറിയണം എന്തുകൊണ്ട്. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ഈ തറവാട്ടിൽ ഒരു ആഘോഷം നടക്കാൻ പോണേന്റെ സന്തോഷത്തില് അച്ഛനും മറ്റെല്ലാവരും. അവരോട് എന്ത് പറയും? പറയണം, നമുക്ക് ഈ വിവാഹം വേണ്ടെന്ന്. അത് നടന്നാൽ പലതും നമുക്ക് കാണേണ്ടി വരും, പലതും നമുക്ക് നഷ്ടപ്പെടും. കൂടുതൽ നിന്നോട് ചോദിക്കരുത്, എന്നെ ശപിക്കരുത്. ഉണ്ണിയേട്ടാ, ഉണ്ണി ആരെയോ ഭയപ്പെട്ടിരുന്നു. ആരെ? അറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. സത്യ, അവൻ ഭയപ്പെട്ടിരുന്നവനെ നമ്മൾ കണ്ടുപിടിക്കണം. ഇന്നു മുതൽ ഞാൻ കൊട്ടാരത്തിന് തെക്ക്, നീ കൊട്ടാരത്തിന് വടക്ക്. ഓക്കെ? ബെസ്റ്റ് ഓഫ് ലക്ക്. ഭയപ്പെടേണ്ട, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ശരി, പൊക്കോ. നിലാവിന്റെ പൂങ്കാറ്റിൽ നിശ. എന്തത് മാറി വന്നില്ലയോ? പണ്ടാടക്കാൻ കിണ്ടിയായിരുന്നോ? പേടിപ്പിച്ചോളഞ്ഞ മനുഷ്യനെ. എടാ, നീ വെറും കിണ്ടിയാണെങ്കിൽ ഞാൻ വെറും തെണ്ടിയാ. ചിലപ്പോ തിരിച്ചു വരായിരിക്കും. വാടാ 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 നീ. എവിടെ വരാൻ, നീ വെറും കിണ്ടി. അമ്മേ! അയ്യോ! ആരാണെങ്കിലും മുമ്പോട്ട് വേണം, ധൈര്യമുള്ള വേണം. കല്ലൂർ കട പറിക്കാ പറയുന്നത്. സാറേ, സാറേ, സാറിന് പറഞ്ഞ എനിക്ക് പ്രാണന്റെ വശമാണെന്ന്. സാറേ, സാറേ അത്തോ? സംവിധായകൻ പേടിച്ച് ചത്തുപോയേ. അപ്പൊ എന്റെ വേഷം സക്സസ്. വണ്ടി എന്നാ കൂടോത്രമുള്ള വീടാ. ഇവനാണോ എന്നെ കിണ്ടിയോണ്ട് വിളിക്കുക? ബാലേട്ടാ, ബാലേട്ടാ, ബാലേട്ട, യമുനയെ കൊല്ലാൻ വന്നവനെ ഞാൻ കണ്ടു. അവനിപ്പോ ഒരു മുറിക്കകത്ത് കയറിയുണ്ട്. പുറത്തുനിന്ന് വാലടച്ച് കുറ്റിയാണ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പോയ കൈയോടുകൂടി പൊക്കാം. വാ. അവൻ ഇതിനകത്തുണ്ട്. അയ്യേ ബാലേട്ട, പൊട്ടേട്ടൻ. ഇവനാള് കൊള്ളാലോ. ഒരു ലൈഫ് കൊടുക്കാം. ചക്ക വീണ ഇനി മേലാതെ നീ ഇവിടെ കണ്ടുപോരുത്. ഓക്കോ, എവിടെങ്കിലും വെക്കോ. ഇനിയിപ്പൊ ബസ് കിട്ടുമോ എന്തോ. ആ, എല്ലാവരും പോയി പോയി ഉറങ്ങാൻ. അതെ പൊട്ടേട്ടാ, ഒന്ന് നിന്നേൻ. സന്തോഷായല്ലോ. ഒന്ന് രഹസ്യമായി കാണണട്ടോ. ഒന്ന് രഹസ്യമായി കാണണമെന്ന്. വാതില് കുത്തിയിട്ടതിന്